അല്ല, അവിടെ 1961 പണിത, 64 പണിത, 61 വർഷം പഴക്കമുള്ള കാലപ്പഴക്കമേറിയ ഒരു കെട്ടിടത്തിന്റെ ശുചിമുറി സഹിതമുള്ള ഒരു ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്ക് പരിക്ക് പറ്റി. ഒന്നൊരു സ്ത്രീയും ഒരു കുഞ്ഞും 11 വയസ്സുകാരെത്തി. ഇപ്പോഴൊരു സ്ത്രീയുടെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിന് ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും. അത് തലയിൽപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്നൊരു സ്ത്രീയാണെന്നാണ് ഇപ്പോൾ സംശയം. എന്തായാലും അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും കാലപ്പഴക്കമുള്ള ഒരു ഹോസ്പിറ്റലിൽ കെട്ടിടമായതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് അവിടെ ഒരു അവലോകനം കൂടി പുതിയ കെട്ടിടത്തിലേക്ക് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തെ നിർമ്മിച്ച പുതിയ വാർഡിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷിഫ്റ്റിംഗ് ജോലികൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഈ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. അത് ഉപേക്ഷിക്കപ്പെട്ടൊരു പോർഷനാണ്. അവിടെ ആളുകൾ പ്രവേശിക്കാൻ പാടില്ലാത്തതായിരുന്നു. തീർച്ചയായിട്ടും അതിനകത്തൊരു ചെറിയ വീഴ്ച വന്നിട്ടുണ്ട്. അത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണെന്നും സർക്കാർ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആ കെട്ടിടത്തിൽ നിന്നും അല്ലെങ്കിൽ ആ 2-3 വാർഡിൽ നിന്നും രോഗിയുടെ പുതിയ കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ അത് ഉപയോഗശൂന്യമാണെങ്കിൽ രോഗികൾ അങ്ങോട്ട് പ്രവേശിച്ച് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ട് ആ ശുചിമുറി ഉപയോഗിച്ച് ഇത് തടയേണ്ടത് തന്നെയായിരുന്നു. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. കാരണം നമ്മുടെ ജീവനാണ് ഏറ്റവും ഒന്നാമത്തെ സ്ഥിതി. അപ്പൊ അതിൽ അനുഭാവം കാണിച്ച ഉദ്യോഗസ്ഥരാരാണെന്നുണ്ടെങ്കിലും സർക്കാരിന്റെ മിഷണറി കൃത്യമായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതിന്റെ പിന്നെ എന്താ പറയാ അതിന്റെ ബലം എങ്ങനെയുണ്ടെന്നാണ് നിർണയിച്ച് സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ ആർക്കെങ്കിലും വീഴ്ച തന്നെയുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു തർക്കമില്ല. കാരണം ആ കാര്യത്തിൽ അത് എന്തായാലും ആ കാര്യത്തിൽ ആ മെഡിക്കൽ കോളേജിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അല്ലെ അവര് പിന്നെ ഡിലേ ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായിപ്പോയി. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം. പ്രത്യേകിച്ച് മന്ത്രി VN വാസവൻ അദ്ദേഹം MLA ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴൊക്കെ കൃത്യമായ രീതിയിൽ കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടേഴ്സും മറ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രോഗികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നല്ല സഹകരണമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്തായാലും ഭാഗ്യവശാൽ ഇതുവരെ ആ ദുരന്തത്തിൽ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ബിന്ദു എന്നുള്ള സ്ത്രീയെ പുറത്തെടുത്തതായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്തകൾ വരുന്നത്. അവരുടെ ജീവന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവിക്കട്ടെ. എന്തായാലും അതൊരു വീഴ്ച തന്നെയാണ്. അതിൽ നമ്മളിപ്പോൾ എല്ലാത്തിനും കയറി ന്യായീകരിക്കുന്നത് ശരിയല്ലല്ലോ. മനുഷ്യൻ ജീവൻ രക്ഷിക്കാനായിട്ട് അസുഖബാധിതരായി പോകുമ്പോൾ അവിടെ തന്നെ ജീവൻ നഷ്ടപ്പെടാവുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലെ ഇതുപോലെ പരസ്യം മുതലുള്ള കെട്ടിടങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും, അതിന് ഹോസ്പിറ്റലായാലും മെഡിക്കൽ കോളേജായാലും മറ്റേതെങ്കിലും സർക്കാർ ബിൽഡിങ്ങുകളായാലും അത് പരിശോധിക്കുക തന്നെ വേണം. അതാത് ഉദ്യോഗസ്ഥന്മാർ ആ കൺസേൺഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിന് റിപ്പോർട്ട് നൽകണം. അത് നൽകി അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. കാരണം മനുഷ്യന്റെ ജീവനാണ്. അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ വിഷയമൊക്കെ ഇനി ഒരു പ്രതിപക്ഷമൊക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ കുറച്ചും കൂടെ ഒന്ന് കാര്യക്ഷമമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി തന്നെ കണ്ടുപിടിച്ച് വേണ്ടുന്ന നടപടികളൊക്കെ തന്നെ ആദ്യമേ തന്നെ സ്വീകരിക്കേണ്ടത് ഇനിയെങ്കിലും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? അല്ല, അത് തീർച്ചയായിട്ടും. പക്ഷെ അതുകൊണ്ടാണല്ലോ മുൻകൂട്ടി ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടാണല്ലോ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 ദിവസം മുമ്പ് അവിടെ അവലോകനം കൂടി ആ വാർഡ് തന്നെ ആ 3 വാർഡുകളും പുതിയ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇതിന്റെ ബലക്ഷയം അതിന് കാലാവധി പൂർത്തീകരിക്കുന്ന സമയമായതുകൊണ്ടാണല്ലോ ആ കെട്ടിടങ്ങൾ തന്നെ പണിത് തന്നെ. അപ്പൊ അതുകൊണ്ട് സർക്കാർ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട്. അത് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. ഇനിയും ഇത്തരം കെട്ടിടങ്ങൾ നമുക്കറിയാം. കാലപ്പഴക്കം ഏറിയ കെട്ടിടങ്ങൾ അതിന്റെ ബലക്ഷയം സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറഞ്ഞ ഒരു 10, 60, 70 വർഷങ്ങൾക്ക് മുമ്പ് പണിത കെട്ടിടങ്ങളൊക്കെ വളരെ ചോദ്യചിഹ്നങ്ങളായിട്ട് പലയിടത്തും നിൽപ്പുണ്ട്. എന്നാൽ നൂറ്റാണ്ടിലായിട്ടുള്ള പല കെട്ടിടങ്ങളും പോയി യാതൊരു കേടുപാടില്ലാണ്ട് നിൽക്കുന്ന വേറൊരു വൈരുദ്ധ്യം. അപ്പൊ നമ്മൾ ലോകം മുമ്പോട്ട് പോകുന്നതോറും നിർമ്മിതികളിൽ വരുന്ന ബലക്ഷയം ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പരിശോധിക്കേണ്ടത് തന്നെ യാതൊരു തരത്തില്ല. എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആകുമ്പോൾ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്റെ നാട്ടിലാണ്. കൂടാതെ ഇത്രയ്ക്ക് നല്ല രീതിയിൽ എല്ലാ രീതിയിലും നന്നായിട്ട് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിൽ ചെറിയൊരു അപകടമാണെങ്കിലും അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൂടുതൽ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാണ്. അത് ഗവൺമെന്റിനെ അറിയിക്കണം. ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ചടുലമായ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളതെന്നുള്ളത് നമുക്ക് തെളിവ് സാധിക്കും. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം അവർ ആഘോഷിക്കും. കാരണം അവർക്ക് തെരഞ്ഞെടുപ്പ് വരുവാണ്. അവരെ കൂടെ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ മെഡിക്കൽ കോളേജ് ഉപദേശ സമിതികളിൽ പ്രതിപക്ഷത്തുള്ള ആളുകളുണ്ട്. നമ്മളിപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇത്തരം വീഴ്ചപരന്മാർ പ്രതിഷേധിക്കുന്ന സ്വാഭാവികമാണ്. ജനാധിപത്യത്തിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. സർക്കാരിന്റെ അത് ശ്രദ്ധയെ കൊണ്ടുവരുന്നത് അതിനൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അവര്
ഏത് ചെറിയ വീഴ്ചയും ആഘോഷിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.